IOSന്റെ 5ാമത്തെ പാഠം ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ ആണ്. ഇതില് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ദ ബസ് വേർഡ് ടുഡേ ഈസ് ക്ലീൻ എനർജി. എന്താണ് ബസ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എ വേർഡ് ഓർ ഫ്രേസ് വിച്ച് ഹാസ് ബിക്കം ഫാഷനബിൾ ഓർ പോപ്പുലർ. പ്രശസ്തമായി ഈ അടുത്ത കാലത്ത് നാട്ടിലെമ്പാടും പ്രചാരത്തിലിരിക്കുന്ന വാക്ക്, എല്ലാവരും നെഞ്ചേറ്റിലാടിക്കുന്ന ഒരു വേർഡ്, അതാണ് ഇന്നിപ്പോ ക്ലീൻ എനർജി എന്ന് എവിടെ തിരിഞ്ഞാലും ആൾക്കാരൊക്കെ പറയുന്നത്. ശുദ്ധമായ ഊർജ്ജരൂപം. എന്താണ് ശുദ്ധമായ ഊർജ്ജരൂപം? ക്ലീൻ എനർജി എന്ന് പറയുന്നത് സോളാർ എനർജി, വിൻഡ് എനർജി, തിരമാലയിൽ നിന്നുള്ള ടൈഡൽ എനർജി, വെള്ളച്ചാട്ടത്തിലെ ഹൈഡ്രോ എനർജി, എന്തിനാ ബയോഗ്യാസ് പോലും. അപ്പോ ഇതൊക്കെ നേച്ചറിൽ നിന്ന് റീപ്പ് ചെയ്യാവുന്നതാണ്. അല്ലാതെ എന്തെങ്കിലും കത്തിച്ച് മാലിന്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഊർജമല്ലെന്നർത്ഥം. പെട്രോളോ കൽക്കരിയോ ഒക്കെ കത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലീൻ എനർജി കിട്ടുന്നില്ല. കാരണം അതിൻ്റെ കൂടെ മാലിന്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വിഷവാതകങ്ങൾ, അന്തരീക്ഷത്തിന് പറ്റാത്ത കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഊർജം ഉണ്ടാക്കുന്നത് പ്രകൃതിക്ക് ദോഷമാണ് എന്ന തിരിച്ചറിവ് ഇപ്പോഴാണ് നമുക്കുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ബസ് വേർഡ് എന്ന് പറയുന്നത് എന്താണ്? ദ ബസ് വേർഡ് ടുഡേ ഈസ് ക്ലീൻ എനർജി, സംതിങ് ദാറ്റ് വി ക്യാൻ റീപ്പ് ഫ്രം നേച്ചർ. റീപ്പ്, കൊയ്തെടുക്കുക. വിത്ത് വിതയ്ക്കുക എന്നുള്ളതിന് നമ്മൾ സോ എന്നാ പറയുന്നത് അല്ലേ? SOW, സോ. വയലിൽ വിത്ത് വിതയ്ക്കുന്നതിന് സോ ദ സീഡ് എന്നാ പറയുന്നത്, വിത്ത് വിതയ്ക്കുക. അപ്പൊ വിളവ് കൊയ്തെടുക്കുക എന്ന് അങ്ങനെ പറയും. റീപ്പ് ദ ക്രോപ്പ് എന്നാ പറയുന്നത്. അപ്പൊ റീപ്പ്, REAP, റീപ്പ് എന്ന് വെച്ചാൽ കൊയ്തെടുക്കുക, അതായത് ഫലം എടുക്കുക എന്നർത്ഥം. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേച്ചറിൽ നിന്ന് ഫലമെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഊർജ രൂപമാണ് ക്ലീൻ എനർജി. ആൻഡ് ദ സെർച്ച്, അതിനു വേണ്ടിയുള്ള സെർച്ചിലാണ് മനുഷ്യരൊക്കെ. ആ സെർച്ച് എന്താണ്? അന്വേഷണം. സെർച്ച് ഹാസ് ലെഡ് മാൻ ടു ദ സൺ. മനുഷ്യനെ എങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നു? സൺ, സൂര്യനിലേക്ക്. അതിനെ സോളാർ എനർജി എന്ന് പറയും അല്ലെ. ദ വിൻഡ്, കാറ്റിലേക്ക്. ആൻഡ് ദ ടൈഡ്സ്, തിരമാലകളിലേക്ക്. ടൈഡൽ എനർജി എന്ന് പറയും. വാട്ടർ, ജലത്തിൽ നിന്നുള്ള വൈദ്യുതി, അത് ഹൈഡ്രോ എനർജി എന്ന് പറയും. ആൻഡ് ഈവൻ ബയോഗ്യാസ്, എന്തിന്? ബയോഗ്യാസിൽ പോലും. ദ ഗുഡ് ന്യൂസ് ഈസ് ദാറ്റ്, നല്ല വാർത്ത ഇതാണ്, അതായത് വി ഇൻ ഇന്ത്യ, നമ്മൾ ഇന്ത്യയിൽ ഹാവ് റീസൺസ് ടു ബി പ്രൗഡ്, നമുക്ക് അഭിമാനിക്കാൻ കാരണങ്ങളുണ്ട്. വി ഹാവ് റീസൺസ് ടു ബി പ്രൗഡ്. നോട്ട് ഓൺലി ഡു വി ഹാവ് ദ വേൾഡ്സ് ഓൺലി മിനിസ്ട്രി ഫോർ റിന്യൂവബിൾ എനർജി, റിന്യൂവബിൾ എനർജി സോഴ്സസിന്റെ ലോകത്തിലെ ഒരേ ഒരു മന്ത്രാലയം ഉണ്ട് എന്ന കാരണത്താൽ മാത്രമല്ല, ബട്ട് വി ആർ ഓൾസോ ദ വേൾഡ്സ് 5th ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് വിൻഡ് എനർജി. ലോകത്തിലെ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന 5ാമത്തെ വലിയ രാജ്യവും നമ്മൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മളെക്കാൾ കൂടുതലായി കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 4 രാജ്യങ്ങൾ ലോകത്ത് വേറെ ഉണ്ട്. ഓക്കെ, പിന്നെന്താ നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് പ്രൗഡായിട്ട് പറയാവുന്ന വേറൊരു കാര്യം എന്താ? നമുക്ക് മന്ത്രിയുണ്ട്, മന്ത്രാലയമുണ്ട്, മിനിസ്റ്ററിയുണ്ട്. അതിനുവേണ്ടി പ്രത്യേക ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ്. പുനഃസംസ്കരിക്കാവുന്ന ഊർജങ്ങൾക്ക് വേണ്ടി മാത്രം മന്ത്രിയും മന്ത്രാലയവും. 5ാമത്തെ രാജ്യമാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും മോശമല്ല. അപ്പോ ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യങ്ങളാണ് എന്നതാണ് പറഞ്ഞു വരണേ. ഇനി മറ്റൊരു കാര്യം നോക്കാം നമുക്ക്. Wind energy is derived through a process where wind is used to generate mechanical power or electricity. എവിടെയാണ് വിൻഡ് എനർജി നമുക്ക് കിട്ടുന്നത്? എങ്ങനെയാണ്? അതൊരു പ്രോസസ്സിലൂടെയാണ്. പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം പൂർത്തിയാവുന്ന അല്ലെങ്കിൽ അന്തിമ ഫലത്തിലെത്തുന്ന ഒരു പ്രവർത്തനത്തെയാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഘട്ടം ഘട്ടമായിട്ടാണ്, പല പ്രവർത്തനങ്ങളിലൂടെയാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നത്. അവിടെ wind is used to generate mechanical power or electricity. കാറ്റ് ഉപയോഗിക്കുന്നത് യന്ത്രശക്തിയിൽ നിന്ന് പിന്നീട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം യന്ത്രശക്തി ഉണ്ടാക്കുന്നു, പിന്നെ വൈദ്യുതി ഉണ്ടാക്കുന്നു എന്നർത്ഥം. മെക്കാനിക്കൽ പവർ, മെഷീൻ കറങ്ങുന്ന പവറിനെയാണ്, യന്ത്രം കറങ്ങുന്ന പവറിനെയാണ് മെക്കാനിക്കൽ പവർ എന്ന് പറയുന്നത്. അപ്പൊ കാറ്റ് ഉപയോഗിച്ച് ആദ്യം യന്ത്രം കറക്കും, എന്നിട്ട് ആ യന്ത്രത്തിന്റെ കറക്കത്തെ നമ്മൾ വൈദ്യുതിയാക്കും. വിൻഡ് ടർബൈൻസ് കൺവേർട്ട് ദ കൈനറ്റിക് എനർജി ഇൻ ദ വിൻഡ്. കാറ്റാടി പങ്കകളെയാണ് വിൻഡ് ടർബൈൻ എന്ന് പറയുന്നത്. ചിത്രത്തിൽ കാണാൻ കഴിയും വിൻഡ് ടർബൈനുകളുടെ
വിൻഡ് ടർബൈൻ ഇതാണ് വിൻഡ് ടർബൈൻ. ഈ വിൻഡ് ടർബൈനുകൾ എന്താണ്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാറ്റിന്റെ ഉള്ളില് കൈനറ്റിക് എനർജി ഉണ്ട്. കാറ്റിന്റെ ഉള്ളില് കൈനറ്റിക് എനർജി, ഗതികോർജമുണ്ട്. അപ്പോ എന്താണ് കൈനറ്റിക് എനർജി? ഫിസിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, എല്ലാ മൂവിങ് ഒബ്ജക്റ്റുകൾക്കും കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം ഉണ്ട്. അതായത് കാറ്റ് ഒരു മൂവിങ് ഒബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് കാറ്റിനും കൈനറ്റിക് എനർജി ഉണ്ട്. ഒരു പന്ത് തട്ടി വിടുവാണെങ്കിൽ ആ തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന പന്തിനും കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം അത് ചലിക്കുന്ന വസ്തുവാണ്. ചലിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും കൈനറ്റിക് എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റാടി പങ്കുകൾ, വിൻഡ് ടർബൈനുകൾ ഈ കാറ്റിൽ അടങ്ങിയിരിക്കുന്ന കൈനറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റു മെക്കാനിക്കൽ പവർ, മെഷീൻ കറങ്ങുന്നതിന്റെ, മെഷീൻ പ്രവർത്തിക്കുന്നതിന്റെ ശക്തിയായി അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. അതിനുള്ള ഉപകരണം ഏതാണ്? വിൻഡ് ടർബൈൻ. ഈ കാണിച്ചിരിക്കുന്ന വിൻഡ് ടർബൈൻ എന്ന് പറയുന്ന ഉപകരണം, വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്പെസിഫിക് ടാസ്ക്സ്. അത് പിന്നീട് നമുക്ക് വ്യത്യസ്തമായ ടാസ്കുകൾ ചെയ്യാൻ ഉപയോഗിക്കാം. ഏതൊക്കെയാ? സച്ചാസ് ഗ്രൈൻഡിങ് ഗ്രെയിൻ, ധാന്യം പൊടിക്കുന്നതിന്, ഓർ പമ്പിങ് വാട്ടർ, അല്ലെങ്കിൽ വെള്ളം പമ്പ് ചെയ്ത് വയലുകൾ നനയ്ക്കുന്നതിന് ഒക്കെ ഉപയോഗിക്കാം. ധാന്യം പൊടിക്കുന്നതിന് ഗ്രൈൻഡ് പൊടിക്കുക, ഗ്രെയിൻ ധാന്യം, വാക്കുകൾ പഠിക്കുക, പമ്പിങ് വാട്ടർ, ഇതിനൊക്കെ നമുക്ക് ഈ കാറ്റാടി പങ്കയുടെ ശക്തി ഉപയോഗിക്കാം. എ ജനറേറ്റർ കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ പവർ, ഒരു ജനറേറ്റർ കൺവേർട്ട് ചെയ്യുന്നു, മാറ്റിയെടുക്കുന്നു, രൂപമാറ്റം വരുത്തുന്നു ഈ യന്ത്രം കറങ്ങുന്ന ശക്തിയെ എന്തിലേക്ക്? ഇൻറ്റു ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയിലേക്ക് ഒരു ജനറേറ്റർ മാറ്റിയെടുക്കുന്നു. അതാണ് സംഭവിക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇപ്പൊ ജനറേറ്റർ ഈ യന്ത്രശക്തിയെ ഇതിനെ എന്താക്കി മാറ്റുന്നു? മെക്കാനിക്കൽ പവർ ആക്കി മാറ്റുന്നു. സിൻസ് എ റെക്കോർഡഡ് ഹിസ്റ്ററി, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടത് പ്രകാരം, വിൻഡ് പവർ ഹാസ് ബീൻ യൂസ്ഡ് ടു മൂവ് ഷിപ്സ്, കാറ്റിൽ നിന്നുള്ള ശക്തിയെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കപ്പലുകളെ സഞ്ചരിപ്പിക്കുവാൻ, ചലിപ്പിക്കുവാൻ, ഗ്രൈൻഡ് ഗ്രെയിൻ, ധാന്യം പൊടിക്കുവാൻ, ആൻഡ് പമ്പ് വാട്ടർ, വെള്ളം പമ്പ് ചെയ്യുവാൻ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. There is evidence that wind energy was used to propel boats. ബോട്ടുകളെ പ്രൊപ്പൽ ചെയ്യുവാൻ വിൻഡ് പവർ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ഉണ്ട്. എവിഡൻസ്, തെളിവുകൾ. There is evidence, തെളിവുകളുണ്ട്. That wind energy was used to propel boats along the Nile, നൈൽ നദിയുടെ തീരത്തൂടെ, as early as 5000 BC. BC 5000-ഓളം വർഷം പഴക്കമുള്ള ആ കാലഘട്ടത്തില് അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് നിന്ന് ചോദ്യങ്ങളുണ്ട്, നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ ദ മോഡേൺ ബസ്വേർഡ് ഓഫ് ക്ലീൻ എനർജി? ശുദ്ധമായ ഊർജ്ജരൂപം എന്ന മോഡേൺ ബസ്വേർഡ്, ഇന്നത്തെ ലോകത്തിന്റെ തിളങ്ങുന്ന വാക്ക്, അത് എന്താണ്? ക്ലീൻ എനർജി മീൻസ് നോൺ പൊല്യൂട്ടിംഗ് എനർജി. ക്ലീൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യങ്ങളില്ലാത്ത ഊർജം. എനർജി ഫോംസ് ലൈക്ക് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഹൈഡ്രോ എനർജി ആൻഡ് ബയോഗ്യാസ് ഡു നോട്ട് ക്രിയേറ്റ് എനി പൊല്യൂട്ടൻസ്. ഇത്തരം ഊർജങ്ങളൊന്നും തന്നെ യാതൊരു തരം മാലിന്യങ്ങളും ഉണ്ടാക്കുന്നില്ല. ഓർ ഹാംഫുൾ മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഹാംഫുൾ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നില്ല ടു അവർ അറ്റ്മോസ്ഫിയർ, നമ്മുടെ അന്തരീക്ഷത്തിന്. ദീസ് ആർ കോൾഡ് ക്ലീൻ എനർജി ഫോംസ്. ഇവയെ ക്ലീൻ എനർജി ഫോംസ് എന്നാണ് വിളിക്കുക. We in India have reasons to be proud of. നമുക്ക് അഭിമാനിക്കാൻ കാരണങ്ങളുണ്ട്. When speaking about clean energy, ക്ലീൻ എനർജിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ. എന്തുകൊണ്ട്? Why? ഇതാണ് ചോദ്യം. അടുത്ത അതിന്റെ ഉത്തരം എങ്ങനെയാണ്? We have two reasons to be proud of. നമുക്ക് അഭിമാനിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, we have the world's only ministry for renewable energy source. ലോകത്തിലെ റിന്യൂവബിൾ എനർജി സോഴ്സിന് ഒരേ ഒരു മന്ത്രാലയം നമ്മുടേതാണ്. അടുത്തത്, വി ആർ ദ 5th largest producer of wind energy. വിൻഡ് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യവും നമ്മുടേതാണ്. ഈ കാരണത്താലാണ്, ഈ രണ്ട് കാരണത്താലാണ്. Now, we in India have reasons to be proud of when speaking about clean energy. Why? നമുക്ക് ക്ലീൻ എനർജിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാൻ കാരണങ്ങളുണ്ട്. എന്താ? We have two reasons to be proud of. നമുക്ക് അഭിമാനിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, we have the world's only ministry for renewable energy source. റിന്യൂവബിൾ എനർജി സോഴ്സിനുള്ള ഒരേ ഒരു മന്ത്രാലയം അത് നമ്മുടേതാണ്. We are the 5th largest producer of wind energy. വിൻഡ് എനർജി ഉണ്ടാക്കുന്ന ലോകത്തിലെ 5ാമത്തെ രാജ്യവും നമ്മളാണ്.
ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയില് മില്യൺസ് ഓഫ് വിൻഡ് മിൽസ് വർ എറക്റ്റഡ്. ലക്ഷക്കണക്കിന് വിൻഡ് മില്ലുകൾ എറക്ട് ചെയ്തു. അവിടെ അമേരിക്കൻ വെസ്റ്റ് വാസ് ഡെവലപ്പിംഗ് ഡ്യൂറിംഗ് ദ ലേറ്റ് 19th സെഞ്ചുറി. എപ്പോഴാണെന്നറിയാമോ? അമേരിക്കൻ പാശ്ചാത്യ ലോകം 19ാം നൂറ്റാണ്ടിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. ഇനി മോസ്റ്റ് ഓഫ് ദം വേർ യൂസ്ഡ് ടു പമ്പ് വാട്ടർ ഫോർ ഫാംസ് ആൻഡ് റാഞ്ചസ്. അവയിൽ ബഹുഭൂരിപക്ഷവും വയലുകളിൽ നിന്ന് റാഞ്ചസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. ബൈ 1910 വിൻഡ് ടർബൈൻ ജനറേറ്റേഴ്സ് വർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി. വിൻഡ് ടർബൈൻ ജനറേറ്ററുകൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. ഇൻ മെനി യൂറോപ്യൻ കൺട്രീസ്, പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ആൻഡ് ബൈ ടുഡേ, ഇന്നാവട്ടെ, അസോസിയേറ്റ്സ് വിൻഡ് മിൽസ് വിത്ത് ദ നെതർലാൻഡ്സ്. നമ്മൾ വിൻഡ് മില്ലുകളെ നമ്മൾ ബന്ധിപ്പിക്കുന്നത് നെതർലാൻഡ്സുമായിട്ടാണ്. വേർ ദേ ആർ യൂസ്ഡ് ഫോർ പമ്പിംഗ് വാട്ടർ. അവിടെ വെള്ളം പമ്പ് ചെയ്യാനാണ് നെതർലാൻഡ്സിൽ ഇത് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ഇൻ ഡെൻമാർക്ക്. ഡെൻമാർക്കില് that wind is an effective source of energy. കാറ്റ് എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഫലപ്രദമായ ഒരു സോഴ്സുമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലോസ് ടു ഹോം, തമിഴ്നാടു. നമ്മുടെ നാട്ടിലെ തമിഴ്നാട് വാസ് among the first in India to give a fillip to wind energy. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കുതിപ്പ് ഉണ്ടാക്കിയ സംസ്ഥാനം. Over 10 years ago, 10 വർഷത്തിന് മേലെയായി തമിഴ്നാടിന്റെ ഈ കുതിപ്പ്. ആൻഡ് കണ്ടിന്യൂസ് ടു ബി എ ലീഡർ. ഇന്നും തമിഴ്നാടാണ് ഈ മേഖലയിൽ ഒരു നേതാവായിട്ട് നേതൃനിരയിൽ മുന്നിൽ നിന്ന് കാറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. നിയർലി ഹാഫ് ഓഫ് ഇന്ത്യാസ് 2000 മെഗാവാട്ട് ഓഫ് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി ഫ്രം വിൻഡ് എനർജി. കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ 2000 മെഗാവാട്ട് ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റിയാണ് നമുക്കുള്ളത്. അതിന്റെ പകുതിയും കംസ് ഫ്രം തമിഴ്നാടിൽ നിന്നാണ് വരുന്നത്. Wind turbines have been decorating our landscape near Madurai and beyond. വിൻഡ് ടർബൈനുകൾ മധുരയിലും അതിനപ്പുറവും നമ്മുടെ ഭൂപ്രകൃതിയെ, ലാൻഡ്സ്കേപ്പിനെ ഡെക്കറേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ഭാഗം എന്താണെന്ന് നോക്കാം. ഇൻ ചെന്നൈ അറ്റ് ദ സെന്റർ ഫോർ വിൻഡ് എനർജി ടെക്നോളജി. ചെന്നൈയില് വിൻഡ് എനർജി ടെക്നോളജിയുടെ സെന്റർ ആണ്. റിസർച്ച് ഈസ് ഡൺ to check out various wind sites where wind energy can be tapped. പലതരം വിൻഡ് സൈറ്റുകൾ ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിൻഡ് എനർജി എവിടെ നിന്നൊക്കെ നമുക്ക് ടാപ്പ് ചെയ്യാം, പിടിച്ചെടുക്കാം. ആൻഡ് വിൻഡ് ടർബൈൻസ് ഓഫ് വേരിയസ് സൈസസ് ആർ ചെക്ക്ഡ്. പല വലിപ്പത്തിലുള്ള വിൻഡ് ടർബൈനുകൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. ടു സീ ഇഫ് ദേ ആർ ഡെലിവറിങ്. അത് നമ്മൾ സ്ഥാപിച്ചത് കഴിയുന്നുണ്ടോ, വാട്ട് ദേ പ്രോമിസ്ഡ് ടു ഡു. ആ ടർബൈനുകൾ ഇത്ര കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന് വാഗ്ദാനം ചെയ്തത് ഇപ്പോഴും അവയ്ക്ക് സാധിക്കുന്നുണ്ടോ, അതിന് തേയ്മാനം വന്നിട്ടുണ്ടോ, അതിന് മാറ്റി സ്ഥാപിക്കണമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാനും ഈ ഡിപ്പാർട്ട്മെന്റ് വിൻഡ് എനർജി ടെക്നോളജിയുടെ ചെന്നൈയിലെ റിസർച്ച് ടീം വ്യാപൃതരാണ്. വിൻഡ് എനർജി ഈസ് ഓൾസോ അബണ്ടന്റ് ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ഫ്രം ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് ആൻഡ് കേരള. വിൻഡ് എനർജി സുലഭമാണെന്നുള്ളതിന് ഒരു വാക്കെന്നാണ് അബണ്ടന്റ്. ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും. എവിടേക്കാ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരള. എന്തിന്? ടു ദ ഹില്ലി റീജിയൻസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ കുന്നിൻ പ്രദേശങ്ങളിൽ വരെയും ഇത് നമുക്ക് അവൈലബിൾ ആണ്. ചോദ്യങ്ങളാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ബ്രീഫ്ലി. ഒന്ന്, നെയിം ദ യൂറോപ്യൻ കൺട്രീസ് ദാറ്റ് യൂസ് വിൻഡ് എനർജി. അടുത്ത ചോദ്യം, വെൻ ആൻഡ് വാട്ട് പർപ്പസ് വേർ വിൻഡ് മിൽസ് യൂസ്ഡ് ഇൻ അമേരിക്ക. അമേരിക്കയിൽ എപ്പോഴാണ്, എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് വിൻഡ് മില്ലുകൾ ഉപയോഗിച്ചത്? വെള്ളം പമ്പ് ചെയ്യാനും മറ്റൊക്കെ അല്ലെ, റാഞ്ചസിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്യാനും മറ്റൊക്കെയാണ് അമേരിക്കൻ വെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു. നെതർലാൻഡ്സും ഡെൻമാർക്ക് യൂറോപ്യൻ കൺട്രീസ് ആണ് വിൻഡ് എനർജി ഉപയോഗിക്കുന്നത്. നെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് യൂസ്ഡ് വിൻഡ് എനർജി. തമിഴ്നാട്. ഇപ്പോഴും ലീഡറായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തമിഴ്നാട് അല്ലെ. ആൻഡ് ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് എനിവെയർ എൽസ്. മഹാരാഷ്ട്രയിലും കർണാടകയിലും കേരള തീരത്തിലും ഒക്കെ വിൻഡ് എനർജി ഉപയോഗിക്കാൻ, ഗുജറാത്തിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും എന്നും പറയുന്നു. ഹൗ ഡസ് റിസർച്ച് ഹെൽപ്പ് ഇൻ പോപ്പുലറൈസിംഗ് ദി യൂസ് ഓഫ് വിൻഡ് എനർജി. വിൻഡ് എനർജി പ്രചാരത്തിലാക്കുന്നതിൽ ഗവേഷണങ്ങൾക്ക് എന്ത് പങ്കുണ്ട് എന്നതാണ് അടുത്ത ചോദ്യം. ഗവേഷണങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട് എന്നാണ്. ഇനി സെക്ഷൻ 1 കഴിഞ്ഞു, സെക്ഷൻ 2 കഴിഞ്ഞു. ഇനി സെക്ഷൻ 3 ഉണ്ട്. ഈസ് വിൻഡ് എനർജി പോപ്പുലർലി യൂസ്ഡ്. വിൻഡ് എനർജി പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കാമോ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിന് പോരായ്മകളുണ്ടോ, ഇതൊക്കെയാണ്.